ഹലോ എവരിവൺ, വെൽക്കം ടു ഇന്ത്യൻസ് അക്കാഡമി. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർലമെന്ററി സിസ്റ്റം അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. അതായത് ഇതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. അപ്പം നമുക്ക് ഇപ്പോഴത്തെ നമ്മളുടെ ഒരു ഡിഗ്രി പ്രിലിംസ് എക്സാമിനേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്രി മെയിൻസ് എക്സാമിനേഷൻസ് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് എക്സാമിനേഷൻസിനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പൊളിറ്റിയിൽ തന്നെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് ഈ പറയുന്ന പാർലമെന്ററി സിസ്റ്റം അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പൊളിറ്റി പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ബേസ് ചെയ്തിട്ട് PSC ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. സ്റ്റേറ്റ്മെന്റ്സ് രൂപേണ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ആദ്യം അറിയേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റിനെയും അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റിനെയും നമുക്ക് തരംതിരിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്ക് പാർലമെന്റ് എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ട് തുടങ്ങാം. അപ്പൊ നമ്മൾ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ എവിടെ നിന്നാണ് കടം എടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റും. എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ എന്തെടുത്തിരിക്കുന്നത്? പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് നമ്മൾ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിനെയും അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റിനെയും നമ്മൾ തരം തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിനെയും പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റിനെയും നമ്മൾ നിയമനിർമ്മാണ സഭയും അതേപോലെ തന്നെ കാര്യനിർവഹണ വിഭാഗവും ഇതിന്റെ രണ്ടിന്റെയും ഒരു ഡ്യൂട്ടീസിന്റെ അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസത്തിന്റെ പേരിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അതായത് നിയമനിർമ്മാണ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലെജിസ്ലേച്ചർ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഒരു കാര്യനിർവഹണ വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എക്സിക്യൂട്ടീവ് ഉണ്ടായിരിക്കും. അപ്പം ലെജിസ്ലേച്ചറിന്റെയും എക്സിക്യൂട്ടീവിന്റെയും ഒരു റെസ്പോൺസിബിലിറ്റീനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഫോം ഓഫ് ഗവൺമെന്റ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണോന്നോ അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ് ആണോന്നോ നമ്മൾ വ്യത്യാസപ്പെടുത്തുന്നത്. അപ്പം എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ആയിട്ട് റെസ്പോൺസിബിൾ ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയാൻ പറ്റും? പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയാൻ പറ്റും. അതേസമയം ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും രണ്ട് സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? അത് പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് അതിന്റെ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവുമായിട്ട് റെസ്പോൺസിബിൾ ആണെങ്കിൽ അത് എന്തെന്ന് പറയാൻ പറ്റും? പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. അത് തന്നെയാണ് നമ്മൾ എവിടെയുള്ളത്? നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത്. അതേപോലെ തന്നെ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എന്തെന്ന് പറയാൻ പറ്റും? അതിനെ നമുക്ക് പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ് എന്നും പറയാനായിട്ട് പറ്റും. ഇനി നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ എന്താ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്? പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെ? അപ്പം പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ അത് ഉറപ്പ് നൽകുന്നുണ്ട്. അതായത് നമ്മളിപ്പം ലെജിസ്ലേച്ചറിന്റെ കാര്യം നോക്കുമ്പോൾ നമുക്കൊരു പാർലമെന്റ് ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ കേന്ദ്ര തലത്തിൽ ഒരു പാർലമെന്റ് ഉണ്ട്, സംസ്ഥാന തലത്തിൽ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. അപ്പം അതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് നമ്മളുടെ അനുച്ഛേദനം 74-ലും 75-ലും പറയുന്നുണ്ട്. പാർലമെന്റിൽ ഒരു പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്നുള്ള കാര്യം ഏത് ആർട്ടിക്കിളിൽ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഏത് അനുച്ഛേദനത്തിൽ പറയുന്നുണ്ട്? ആർട്ടിക്കിൾ 74-ലും 75-ലും. അപ്പം ഈ അനുച്ഛേദനങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഓൾറെഡി PSC ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇനിയും ഈ ഒരു ആർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് ചോദിക്കാനായിട്ട് പറ്റും. അപ്പം ഒരേ സമയം കേന്ദ്രത്തില് അല്ലെങ്കിൽ പാർലമെന്റിലെ കുറിച്ചിട്ട് നമ്മൾ ഏത് ആർട്ടിക്കിൾ പറയുന്നുണ്ട്? 74-ലും 75-ലും. അതേപോലെ തന്നെ നമുക്ക് 163-ലും 164-ലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടും എന്ത് പറയുന്നുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷനിൽ ആ ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പം 163-ഉം 164-ലും അതേപോലെ തന്നെ 74-ലും 75-ഉം വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ്സ് രൂപേണ അല്ലെങ്കിൽ പ്രസ്താവന രൂപേണ PSC ചോദിക്കും. അപ്പം നമ്മൾ രണ്ട് ഫോം ഓഫ് ഗവൺമെന്റ് പറഞ്ഞല്ലോ, പാർലമെന്ററി സിസ്റ്റം ഒന്ന് പ്രസിഡൻഷ്യൽ സിസ്റ്റം ഒന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതിന്റെ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന രാജ്യങ്ങളാണ്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ കടമെടുത്തിരിക്കുന്ന രാജ്യമായ ബ്രിട്ടനും എന്തിനു ഉദാഹരണമാണ്? പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിന് ഉദാഹരണമാണ്. അതേപോലെ തന്നെ നമ്മൾ അതർ സൈഡ് നോക്കുമ്പോൾ അതായത് പ്രസിഡൻഷ്യൽ സിസ്റ്റം നോക്കുമ്പോൾ അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന രാജ്യങ്ങളാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും അതേപോലെ തന്നെ ബ്രസീൽ പോലുള്ള രാജ്യങ്ങൾ. അപ്പം ആ രാജ്യങ്ങൾ കാലാകാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന എന്ത് ടൈപ്പ് ഓഫ് ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ് ആണ് അവർ ഫോളോ ചെയ്ത് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഞാൻ പറഞ്ഞു ലെജിസ്ലേച്ചർ ഈസ് റെസ്പോൺസിബിൾ ടു ദി എക്സിക്യൂട്ടീവ്. കാര്യം അവർ തമ്മിലൊരു ബന്ധമുണ്ട്. ആ
റെസ്പോൺസിബിൾ ആണെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആരാണ് ഈ ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ആരാണ് ഈ എക്സിക്യൂട്ടീവ്, ഇതിനെ കുറിച്ചിട്ട് നമുക്കൊരു വ്യക്തത വേണം. കാര്യം അല്ലെങ്കിൽ ചോദിക്കാം, ആരൊക്കെയാണ് യൂണിയൻ എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആരൊക്കെയാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുന്ന ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ PSCക്ക് ഒരു പെയറിംഗ് പോലെയൊക്കെ ചോദിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ കേന്ദ്രതലം പരിശോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ സെൻട്രൽ ലെവലിൽ പരിശോധിക്കുകയാണെങ്കിൽ യൂണിയൻ എക്സിക്യൂട്ടീവ് കൺസിസ്റ്റ് ഓഫ് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കാം, പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ഹയസ്റ്റ് ലോ ഓഫീസർ ആയിട്ടുള്ള അറ്റോർണി ജനറൽ ഉണ്ടായിരിക്കാം, പിന്നെ പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പം യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ഉണ്ടാവാം, പ്രസിഡന്റ് ഉണ്ടാവാം, യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടാവാം, അതേപോലെ തന്നെ ആരും ഉണ്ടാവാം, ഹയസ്റ്റ് ലോ ഓഫീസർ ആയിട്ടുള്ള അറ്റോർണി ജനറലും ഉണ്ടാവാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റേറ്റും പരിശോധിക്കാം. സ്റ്റേറ്റില് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അപ്പം അവരും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന് കീഴിൽ വരും. അതേപോലെ തന്നെ ചീഫ് മിനിസ്റ്റർ ഉണ്ടാവാം, ഗവർണർ ഉണ്ടാവാം, അതേപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറൽ, അതായത് ഒരു സ്റ്റേറ്റിന്റെ ഹയസ്റ്റ് ലോ ഓഫീസർ ആയിട്ടുള്ള അഡ്വക്കേറ്റ് ജനറലും എന്തിൽ വരും, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ വരും. അപ്പൊ ഇത്രയും ആൾക്കാരാണ് എന്തിൽ വരുന്നത്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിലേക്ക് വരുന്നത്. ഇനി നമുക്ക് ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, പാർലമെന്റിലുള്ള മെമ്പേഴ്സ് ആണ് എന്തിൽ വരുന്നത്, ലെജിസ്ലേച്ചറിൽ വരുന്നത്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു സെന്റൻസിന്റെ ഒരു മീനിങ് കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് നോക്കാം. അതായത് നമ്മൾ പറഞ്ഞു, അതായത് ഇത് നമ്മളുടെ ബന്ധമാണ്, ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും നമ്മൾ റെസ്പോൺസിബിൾ ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയുമെന്ന് പറഞ്ഞു, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുമെന്ന് പറഞ്ഞു. കാര്യം അത് എന്താണ് അങ്ങനെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യം നിയമങ്ങൾ ഉണ്ടാക്കുന്നതാണ് ആരെന്ന് പറയുന്നത്, ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരാണ്, എക്സിക്യൂട്ടീവ് ആണ്. അപ്പം എപ്പോഴും ഒരു നിയമം ഉണ്ടാക്കി അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആരാണ്, എക്സിക്യൂട്ടീവ് ആണ്. അപ്പം അവർ തമ്മിൽ റെസ്പോൺസിബിലിറ്റി, അതായത് ഇപ്പൊ നമുക്കറിയാം ഈ എക്സിക്യൂട്ടീവിലുള്ള ആൾക്കാരെ വന്നിട്ട് പാർലമെന്റിൽ ചോദ്യം ചോദിക്കുന്ന സമയത്ത് അവർ ഉത്തരം പറയേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഓരോ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് ഏതെങ്കിലും മന്ത്രിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ പാർലമെന്റിൽ എന്താണ്, ആൻസറബിൾ ആണ്. എന്തുകൊണ്ടാണ് പാർലമെന്റിൽ അവർ ഉത്തരം പറയേണ്ടി വരുന്നത്, കാര്യം നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. അല്ലെങ്കിൽ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന രാജ്യങ്ങളിലെല്ലാം എക്സിക്യൂട്ടീവ് റെസ്പോൺസിബിൾ ആണ്. റെസ്പോൺസിബിൾ എന്ന് പറയുന്നത് അവർക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ലെജിസ്ലേച്ചർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് അവർക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അതിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്, ഞാൻ കുറച്ചും കൂടി ഒരു ഉദാഹരണം വെച്ചിട്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പം ഇതാണ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇനി നേരെ മറിച്ച് പ്രസിഡന്റിയൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു രണ്ടും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അതായത് ഒരേ സമയം ലെജിസ്ലേച്ചറിനെയും എക്സിക്യൂട്ടീവിനെയും തെരഞ്ഞെടുക്കുന്ന ആര് തന്നെയാണ്, പൗരൻ തന്നെയാണ് തെരഞ്ഞെടുക്കുന്നത്. അതായത് സിറ്റിസൺ തന്നെയാണ് തെരഞ്ഞെടുക്കുന്നത്. നമുക്കിപ്പോൾ അറിയാം, ഇപ്പൊ റീസെന്റ് ആയിട്ട് പ്രസിഡന്റ് ഇലക്ഷൻസ് നടന്നു. അപ്പോൾ അമേരിക്കയിലെ പ്രസിഡന്റിനെ ഡയറക്റ്റായിട്ട് ഇലക്ട് ചെയ്യുന്ന ആര് തന്നെയാണ്, ജനങ്ങൾ തന്നെയാണ് ഇലക്ട് ചെയ്യുന്നത്. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ഇന്ത്യ പരിശോധിച്ച്, ഇന്ത്യയിൽ എങ്ങനെ നമ്മൾ ഇലക്ട് ചെയ്യുന്നത്, ഇന്ത്യൻ പ്രസിഡന്റ് നമ്മൾ ഡയറക്റ്റ് ആണോ, അതായത് നമ്മൾ ഇന്ത്യൻ സിറ്റിസൺസ് തന്നെയാണോ ഡയറക്റ്റ് ആണോ ഇലക്ട് ചെയ്യുന്നത്, അല്ല. നമുക്കൊരു ഇലക്ട്രൽ കോളേജ് ഉണ്ട്. അതായത് ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കുറെ ആൾക്കാരെ ജയിപ്പിച്ച് അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട്. അത് ആരാ, പാർലമെന്റിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലും നമ്മളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്ത് അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട്. അവരാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ പ്രസിഡന്റിനെ സെലക്ട് ചെയ്യുന്നത്, അല്ലെ. പക്ഷെ നേരെ മറിച്ച് പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്ക, ബ്രസീൽ പോലുള്ള രാജ്യങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ എക്സിക്യൂട്ടീവിനെ അല്ലെങ്കിൽ അവിടുത്തെ US പ്രസിഡന്റിനെയും അല്ലെങ്കിൽ അവിടുത്തെ ബ്രസീലിയൻ പ്രസിഡന്റിനെയും ഇലക്ട് ചെയ്യുന്ന ആരാണ്, ഡയറക്റ്റ് ജനങ്ങളാണ്. അപ്പൊ ഈ ഒരു വ്യത്യാസം കൂടി അറിയണം. അപ്പൊ ഈ ഒരു പോയിന്റ് ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്, അതായത് എങ്ങനെയാണ് ഇവരുടെ ഒരു ഇലക്ഷൻസ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇന്ത്യയിലാണെങ്കിൽ നമുക്കൊരു ഇലക്ട്രൽ കോളേജ് ഉണ്ടായിരിക്കും, അതുവഴിയായിരിക്കും നമ്മൾ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുക. നമ്മൾ ഡയറക്റ്റ് ഇലക്ട് ചെയ്യുന്ന ആരെ മാത്രമായിരിക്കും, പാർലമെന്റിലേക്കുള്ള അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിനെ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ജനങ്ങൾ ഡയറക്റ്റ് ഇലക്ട് ചെയ്യുന്നത്. പക്ഷേ അതേസമയം പ്രസിഡന്റൽ സിസ്റ്റം ആണെങ്കിൽ എന്താണ്, പൗരന്മാർ തന്നെയായിരിക്കും ഒരേ സമയം ലെജിസ്ലേച്ചറിനെയും ഇലക്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ എക്സിക്യൂട്ടീവിനെയും അതായത് പ്രസിഡന്റിനെയും ഒരേ സമയം ആര് തന്നെയായിരിക്കും ഇലക്ട് ചെയ്യുന്നത്, പൗരന്മാർ തന്നെയായിരിക്കും ഇലക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഡിഫറൻസിൽ പ്രോപ്പർ ആയിട്ടുള്ള വ്യക്തത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിന് നമ്മൾ വേറൊരു പേരും നമ്മൾ അറിയപ്പെടും, അതും കൂടി നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കണം. റെസ്പോൺസിബിൾ ഗവൺമെന്റ് നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മൾ ഉത്തരവാദിത്ത സർക്കാർ എന്ന് പറയും. അതേസമയം നമ്മൾ പ്രസിഡന്റിയൽ ഫോം ഓഫ് ഗവൺമെന്റിന് നമ്മൾ ഒരു നോൺ റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്ന് നമ്മൾ പറയാം, അല്ലെങ്കിൽ നിരുത്തരവാദിത്ത സർക്കാർ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ ഉത്തരവാദിത്ത സർക്കാർ അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ട്
എല്ലാവരും തമ്മിലൊരു കണക്ഷൻസ് ഉണ്ട്. അതായത് എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്ററും തമ്മിലുള്ള ബന്ധമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒരു ഇന്നർ മീനിങ്ങിൽ പറയുകയാണെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ലോകസഭ. നമ്മൾ പറഞ്ഞു ലോകസഭയിലേക്കാണ്, അല്ലെങ്കിൽ ലോകസഭയിലുള്ള ആൾക്കാരെ നമ്മൾ ഡയറക്റ്റ് എലക്ട് ചെയ്യുന്നുണ്ട്. അവിടെയുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് നമ്മൾ ഒരു കൂട്ടം ആൾക്കാരെ നമ്മൾ അവിടുത്തെ MPs കുറച്ച് ആൾക്കാർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. അവര് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ലോകസഭയുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അവര് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്തെന്ന് പറയുന്നത്, റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്ന് പറയും. അപ്പം ഒരു പേരെന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ഗവൺമെന്റ് ആണ്. അതേപോലെ തന്നെ നമ്മൾ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് നമ്മൾ ക്യാബിനറ്റ് ഗവൺമെന്റ് നമ്മൾ പറയും, അല്ലെങ്കിൽ ഒരു ക്യാബിനറ്റ് സിസ്റ്റം നമ്മൾ പറയും. അപ്പം ഇത് ആദ്യമായിട്ട് വിശേഷിപ്പിച്ചത് ഐവർ ജെനിങ്സ് ആണ്. അപ്പൊ അത് ചോദിക്കാറുണ്ട്. ഐവർ ജെനിങ്സ് ആണ് അധികാരത്തിന്റെ ന്യൂക്ലിയസ് എന്ന് ഇതിനെ പറയുന്നുണ്ട്. അപ്പം ക്യാബിനറ്റ് ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പം ഐവർ ജെനിങ്സിനെ കുറിച്ചിട്ടും അറിഞ്ഞു വെച്ചിരിക്കുക. ഇനി അതേപോലെ തന്നെ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിനെ പറയുന്ന മറ്റൊരു പേരാണ് വെസ്റ്റ് മിനിസ്റ്റർ ഗവൺമെന്റ് എന്ന് പറയും. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ വെസ്റ്റ് മിനിസ്റ്റർ ഗവൺമെന്റ് എന്ന് പറയുന്നത് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന ആശയം എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? ബ്രിട്ടനിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. അപ്പം ബ്രിട്ടന്റെ പാർലമെന്റ് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്, വെസ്റ്റ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ ഓഫ് ഗവൺമെന്റ് എന്ന് കൂടി എന്തിനെ പറയുന്നത്, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് പറയുന്നത്. അപ്പൊ നമ്മൾ 3 പേരുകളാണ് പഠിച്ചത്. ഒന്ന് റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്ന് പറഞ്ഞു, പിന്നീട് ക്യാബിനറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു, പിന്നീട് എന്താണ് വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ ഓഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞു. അതേസമയം നമ്മൾ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ് നോക്കിയ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞു? അതൊരു നോൺ റെസ്പോൺസിബിൾ ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് നോൺ റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്ന് പറയുന്നതിന്റെ ഒരു മീനിങ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ഒരു ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് കാര്യനിർവഹണ വിഭാഗവും അതേപോലെ തന്നെ നമ്മൾ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് തമ്മിൽ പ്രത്യേകിച്ച് ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നത്, ഒരു നോൺ റെസ്പോൺസിബിൾ ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് പാർലമെന്ററി സിസ്റ്റം അല്ലെങ്കിൽ പ്രസിഡന്റൽ സിസ്റ്റത്തിൽ പഠിച്ചത്. ഒന്ന് നമ്മൾ അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് പഠിച്ചു, അതായത് എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും നമ്മൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, പിന്നെ എങ്ങനെയാണ് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യത്തിലാണ് ഇന്ത്യൻ സിറ്റിസൺസ് അല്ലെങ്കിൽ US സിറ്റിസൺസ് എലക്ട് ചെയ്യുന്നത്. നമ്മൾ ഓരോ ഉദാഹരണങ്ങൾ വെച്ചാണ് പറഞ്ഞത്. പാർലമെന്റ് സിസ്റ്റം പറഞ്ഞപ്പോൾ നമ്മൾ ഇന്ത്യ എന്ന രാജ്യത്തെ ഉദാഹരണമാക്കിയപ്പോൾ, പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ് പറഞ്ഞപ്പോൾ നമ്മൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ഉദാഹരണമാക്കിയിട്ട് അവിടുത്തെ പൗരന്മാർ എങ്ങനെയാണ് അവിടുത്തെ ഗവൺമെന്റിലുള്ള ഏതൊക്കെ പൊസിഷനിലുള്ള ആൾക്കാരെയാണ് സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എലക്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു. പിന്നീട് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിനെ കുറിച്ചിട്ടുള്ള വേറെ പേരുകൾ നമ്മൾ പഠിച്ചു. അതായത് എന്തൊക്കെ ടൈപ്പാണെന്ന് പറഞ്ഞത് പഠിച്ചു. അതായത് റെസ്പോൺസിബിൾ ഗവൺമെന്റ്, അതേപോലെ തന്നെ ക്യാബിനറ്റ് എന്ന് നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ വെസ്റ്റ് മിനിസ്റ്റർ ഗവൺമെന്റ്. അപ്പൊ ഇതേപോലെയൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് ചോദിക്കാം. അതായത് PSCക്ക് സെന്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചും ചോദിക്കാം. അതായത് റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്ന് പറയുന്നത് പ്രസിഡൻഷ്യൽ ഗവൺമെന്റിനെയാണോ പറയുന്നത് എന്ന് പറഞ്ഞ് ചോദിക്കാം. അല്ലെങ്കിൽ വെസ്റ്റ് മിനിസ്റ്റർ ഗവൺമെന്റ് എന്ന് പറയുന്നത് പ്രസിഡൻഷ്യൽ ഗവൺമെന്റിനെയാണോ പറയുന്നത് എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പൊ നമുക്കൊരു വ്യക്തത വേണം. വെസ്റ്റ് മിനിസ്റ്റർ, റെസ്പോൺസിബിൾ ഗവൺമെന്റ്, ക്യാബിനറ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണെന്നൊരു കാര്യം നമുക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടായിരിക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. അപ്പം ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കി പോയിന്റ്സ് നമ്മൾ നെക്സ്റ്റ് സെഷൻസിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.